ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഷാദമാരുടെ സ്കൂൾ പരിപാടിയാണ്. പരിപാടിക്ക് പോകുന്നൊരു കുറച്ച് വീഡിയോ ആണ് കേട്ടോ. കുട്ടികളുടെ ഡാൻസ് പരിപാടിയൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. കോപ്പിറൈറ്റ് കാരണം കേട്ടോ ഇടാത്തത്. നല്ല നല്ല പാട്ടും ഡാൻസും എല്ലാം ഉണ്ട്. മ്യൂസിക്കൊക്കെ ഇടുമ്പം കോപ്പിറൈറ്റ് വരും. പിന്നെ അത് നമ്മൾ വേറെ യൂട്യൂബിൽ മ്യൂസിക് തന്നെ എടുത്തിടുമ്പോൾ അതും ബോറാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡാൻസ് ഒന്നും ഇട്ടിട്ടില്ല, പരിപാടിയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ സ്കൂളിലെത്തി കേട്ടോ. സ്കൂളിൽ രഘുമാഷിനും പിന്നെ രമേശേട്ടന് യാത്രയപ്പാണ്. പിന്നെ ഇവിടെ ഉദ്ഘാടന സിനിമ നടനാണ് കേട്ടോ വരുന്നത്. ഉദ്ഘാടനത്തിന് വരുന്നത് സന്തോഷ് കിയാറ്റ് വരുന്ന സിനിമ നടനാണ്. സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ അവരുടെ വീട്. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ഇതാണ് കേട്ടോ. രഘുമാഷും സന്തോഷേട്ടനും ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. ലെങ്ത് വീഡിയോ സ്കിപ്പ് ചെയ്ത വീഡിയോ കാണാം കേട്ടോ. പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിന്റെ തുമ്പിലും, നല്ല ചെയ്തിയായി പിഞ്ചു കൈയിലും നന്മയായി നീ കുടിയിരിക്കണമേ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. 8 രൂപ ശമ്പളം വാങ്ങി മാസ ശമ്പളം 8 രൂപയാകുമ്പോൾ എൻ്റെ അച്ഛൻ ജോലി കഴിഞ്ഞ് അധ്യാപക ജോലി കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് നടന്ന് വീട്ടിലെത്തി. അതിനുശേഷം വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ പാപ്പശ്ശേരി ആറോൺ കമ്പനിയിലേക്ക് നെയ്ത്ത് പണിക്ക് വേണ്ടി പോയി രാത്രി ഒരു 10-11 മണിയാകുമ്പോൾ തിരിച്ചു വന്ന് അന്ന് അച്ഛൻ ഒരു മാസം ശമ്പളം വാങ്ങിയത് 32 രൂപ. അങ്ങനെ നെയ്ത്ത് പണിയിൽ നിന്ന് കിട്ടുന്ന 32 രൂപയും എൻ്റെ അച്ഛൻ്റെ അധ്യാപക ജോലിയിൽ നിന്ന് കിട്ടുന്ന 8 രൂപയടക്കം 40 രൂപയാണ് എൻ്റെ അച്ഛൻ്റെ ഈ 6 മക്കൾക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും കൊടുക്കുന്ന ആദ്യത്തെ സ്നേഹ സമ്മാനം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അച്ഛൻ കരുതി നൽകിയ അല്ലെങ്കിൽ അച്ഛൻ അനുഗ്രഹിച്ച ഏക ജോലി എന്നുള്ളത് അധ്യാപക ജോലി തന്നെയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ അച്ഛൻ്റെ ഈ 6 മക്കൾ ഏറ്റവും ഇളയതാണ് ഞാൻ. അതിൽ തന്നെ 4 പേര് അധ്യാപക വൃത്തിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ പിന്നീട് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് മാറി. മൂത്ത ചേട്ടൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് ഇപ്പോൾ നാട്ടിലുണ്ട്. മറ്റൊരു സഹോദരി പയ്യന്നൂരിൽ കല്യാണം കഴിച്ച് 3 മക്കളുമായിട്ട് ജീവിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്ത് സത്യം, ന്യായം, നീതി എന്നിവ നമുക്ക് കിട്ടണമെങ്കിൽ നേരത്തെ സന്തോഷം പറഞ്ഞതുപോലെ അത് കുടുംബത്തിൽ തന്നെ കിട്ടണം. മാതാപിതാ ഗുരു ദൈവം എന്നതിൽ ഞാൻ മുന്നിൽ കാണുന്നത് പിതാ മാതാ ഗുരു ദൈവം എന്നാണ്. കാരണം ഈ ലോകത്ത് കബീർദാസ് എന്ന് പറയുന്ന മഹാനായ ഹിന്ദി കവി പറഞ്ഞൊരു വരി മാഷ്ക്ക് ഓർമ്മ വരികയാണ്. ഗുരു ഗോവിന്ദ് ദോവും ഖടേ കാക്കേ ലാഗേ പായി ബലിഹാരി ഗുരു ആപ്പിനെ ജന ഗോവിന്ദ് ദിയാപതായി. എന്റെ മുന്നിൽ ഗുരുനാഥനും ഈശ്വരനും ഒന്നിച്ചു വന്നാൽ ഞാൻ ആരെയാണ് ആദ്യം വന്ദിക്കുക? തീർച്ചയായിട്ടും ഞാൻ എന്റെ ഗുരുവിനെയാണ് വന്ദിക്കുക. കാരണം ഗുരുനാഥനാണ് ഈശ്വരനിലേക്കുള്ള വഴി പറഞ്ഞത്. മക്കൾ നല്ല നല്ല പരിപാടിയുണ്ട്, പക്ഷെ എനിക്ക് ഇടാൻ പറ്റണില്ല കേട്ടോ. പിന്നെ ചെറുതായിട്ട് ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ ഇത് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ ബിരിയാണി വയ്ക്കാൻ പോയി. പിന്നെ അച്ചാറും തൈരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ മാഷും കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാൻ കേട്ടോ. നിഷാദും മാഷന്മാരൊക്കെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഇവർ ഇങ്ങനെ ഇടുന്ന പാട്ട് പാടിയിട്ടിടുന്ന പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് ഇട്ടിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെയാണ് കേട്ടോ. ഒരു പുകൾ പാടുവേ, പുകൾ പാടുവേ, ഖുർആനിൻ വെളിച്ചം കരളിൽ പൊഴിച്ചു മനുഷ്യകലത്തെ ഉണർത്തി നയിച്ച തിരുദൂതരേ മഹമൂദരേ, ഒരു പുകൾ പാടുവേ. അകലോക കാരണമൊത്തൊളി യാ റസൂലേ, എന്നും ആദിജ്യോതി പൂരണതിത്തൊളി യാ ഹബീബേ. അകലോക കാരണമൊത്തൊളി യാ റസൂലേ, എന്നും ആദിജ്യോതി പൂരണതിത്തൊളി യാ ഹബീബേ. ഭീകരം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം, ഭീകരം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം, വീര്യമുള്ള മനുഷ്യത്വം വേറെടുത്ത സമയത്തിലെത്തി മരുഭൂമി
സ്നേഹക്കാവാണ് ഉമ്മ സ്നേഹക്കടലാണ് സ്നേഹക്കാവാണ് ഉമ്മ സ്നേഹക്കടലാണ് യതീമിന്നത്താലി ഏകിക്കൊണ്ടത്താഴും എത്തിക്കുന്നതല്ല വർഷിക്കും സഹായം മുത്ത് റസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തഖീങ്ങൾ കാണ് സ്വർഗ്ഗത്തിലെത്താഴം യതീമിന്നത്താലി ഏകിക്കൊണ്ടത്താഴും എത്തിക്കുന്നതല്ല പൂരണരിത്തൊളി യാ ഹബീബേ ആലോകകാരണമുത്തൊളി യാ റസൂലേ ആദിജ്യോതി പൂരണ
വർഷത്തെ സ്കൂൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിഷാദ് 7ാം ക്ലാസ്സിലായിരുന്നു. ഇനി അടുത്തൊരു ഷർട്ടിലാണ് കേട്ടോ. ഇവിടെ 7 വരെ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളും ടീച്ചേഴ്സുമാരൊക്കെ ഫോട്ടോ എടുക്കുകയാണ്, വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്, അവർ സംസാരിക്കുകയാണ്. അങ്ങനെ അവർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നിഷാദ് പറഞ്ഞു ഞാൻ പിന്നെ വരാം, നിങ്ങൾ പോയിക്കോ പറഞ്ഞു. അപ്പം അവരൊക്കെ ബസ്സിന് വരുന്നുണ്ട് വരികയാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ അവനെ നിന്നിട്ടില്ല, അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ചേരട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നു കേട്ടോ.